നമസ്കാരം. ഞാൻ ബി ധനപാലൻ. കഴിഞ്ഞ 50 വർഷക്കാലമായി വർക്കലയിൽ പൊതുരംഗത്തും രാഷ്ട്രീയ മേഖലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എൻ്റെ ഇക്കാലത്തെ പൊതുപ്രവർത്തന കാലയളവിൽ ജാതിമത വ്യത്യാസമില്ലാതെ സർവ്വ ആളുകളുമായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടങ്ങൾ, സമരവീര്യ പോരാട്ടങ്ങളിലും കയർതൊഴിലാളി മേഖലയിൽ കയർതൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ അക്ഷീണം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഞാൻ അതിനുശേഷം കോൺഗ്രസിൻ്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി വന്നു. എൻ്റെ കുട്ടിക്കാലത്താണ്. എനിക്കന്ന് 19 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഞാൻ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തു നിൽക്കുമ്പോഴാണ് കോൺഗ്രസിൽ അന്ന് യുവജനങ്ങളും അതുപോലെ മുതിർന്ന തലമുറയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അന്നത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ്. ആ കാലത്ത് എനിക്ക് മണ്ഡലം പ്രസിഡൻ്റാകാൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ എൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിരവധി പടവുകളിലൂടെ കയറിപ്പോവുകയുണ്ടായി. വർക്കലയുടെ വികസനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി. 1994 പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യമായി വരുന്നത്. അതിനുശേഷം ഞാൻ 2005 വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായി വരുന്നു. അങ്ങനെ 2010 ആ ടേം അവസാനിക്കുന്നു. 2 ടേം ഞാൻ ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ നേതൃത്വം കൊടുത്തയാളാണ്. കുടിവെള്ള പ്രശ്നമായിരുന്നാലും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സാഹചര്യം നമുക്കറിയാം. പഞ്ചായത്ത് അന്ന് ഒരു പൈസ പോലും ഇല്ലാതെ ബാധ്യതയിൽ കിടക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ അധികാര വികേന്ദ്രീകരണ പദ്ധതി നടപ്പിലാകുന്നത്. വർക്കല എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ടൂറിസം മേഖലയാണ് പ്രധാനമായി. അതുപോലെ തന്നെ ഗുരുദേവൻ്റെ പദസ്പർശം കൊണ്ട് അദ്ദേഹം സമാധി അടഞ്ഞ ശിവഗിരിയും അതുപോലെ തന്നെ വർക്കല പുരാതനമായ വർക്കല ടെമ്പിൾ, ജനാർദ്ദന സ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന വർക്കലയ്ക്ക് ബൃഹത്തായ ഒരു വികസന പദ്ധതി ഇതുവരെയും ആരും നടപ്പിലാക്കി കാണുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വർക്കലയ്ക്ക് ഒരു സമഗ്രമായ വികസനമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ നിലയിൽ നമുക്ക് ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതകളാണ്. അത് വളരെ പരിപോഷിപ്പിച്ചെടുക്കാൻ കഴിയും. അതിനാവശ്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകാനും എനിക്ക് കഴിയും.